ലെറ്റ്സ് പ്ലേ ഗൈസ്. എന്തായാലും കുറേ കാലത്ത് ശേഷം ലെറ്റ്സ് പ്ലേൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എവിടെയാണെന്ന്. ഗൈസ്, ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു പഴയ സ്ഥലല്ലേ, കടലിൻ്റെ ഭാഗം, അവിടുന്ന് കുറേ ദൂരം വന്ന് നോക്കിയപ്പോൾ ഒരു വില്ലേജും കിട്ടി വിത്ത്. ഗൈസ്, ഞാൻ എന്തായാലും നൈസായിട്ട് താണ്ടെ എന്താണ് ഒരു ക്യാമ്പ് ഫയറും ആൻഡ് നമ്മുടെ ബെഡെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ പക്ഷേ എൻ്റെ ലൂട്ടൊന്നും കിട്ടിയില്ല. ഞാൻ വെച്ചാൽ വരുന്ന വഴിക്ക് ഒരു ക്രീപ്പർ പൊട്ടി, ഞാൻ ചത്ത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല, ബാക്കോട്ട് വന്ന്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ബാക്കോട്ടായിരുന്നു പോലെ ഞാൻ എന്തായാലും ഫ്രണ്ടിലോട്ട് വന്ന്. സോ എന്തായാലും താണ്ടെ ഇവിടെ ഒരു അടിപൊളി പ്ലേസ് കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ ഗൈസ് തലൊന്ന് വൃത്തിയാക്കിയതാണ്, ആരൊന്നും വിചാരിക്കരുത്. ഓക്കെ, ബുദ്ധി കുറച്ച് കൂടുതലാണ്. സോ നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ പൊരേൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ആദ്യം എൻ്റെ വില്ലേജ് ആണ് കാണിച്ചു തരാം. അതിനായിട്ട് മുമ്പ് ഞാൻ എവിടെയാണ് വീട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. താണ്ട് ഇവിടെ ആയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കിയതുണ്ട്. സോ ഇനിയും കുറച്ചും കൂടി ഫ്ലാറ്റ് ആക്കാനുണ്ട്. സോ ഞാൻ എന്തായാലും വില്ലേജ് ആണ് കാണിച്ചു തരാം. താണ്ട് ആ ഒരു ഡയറക്ഷനിലായിട്ടാണ് വില്ലേജ് ഉള്ളത്. ഞാൻ അത്യാവശ്യം കുറച്ച് ദൂരം, അതായത് അത്ര വലിയ ലോങ് ഒന്നുമല്ല, കുറച്ച് ദൂരം ഞാൻ എന്തായാലും വന്നിട്ടുള്ളൂ. സോ എന്തായാലും അത്യാവശ്യം ലൂട്ടൊക്കെ ഉള്ളൊരു വില്ലേജ് തന്നെയാണ്. എനിക്കെന്തായാലും കുറേ ഓബ്സീഡിയനും ഡയമണ്ട് ആളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, തോണ്ടൻ നമ്മുടെ വില്ലേജ്. എൻ്റെ മോനെ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. കാരണം വെച്ചാൽ അവിടുത്തെ ബെല്ലടിച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. ഈ ബെല്ലടിക്കുന്ന ഗൈസ് നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നു, എന്താ സംബന്ധമല്ല. ഗൈസ്, എന്തായാലും നമുക്ക് എന്തായാലും വീടുണ്ടാക്കാനായിട്ട് കുറേ വുഡിൻ്റെ ആവശ്യമാണ്. അതിന് കാര്യമുള്ള വുഡൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും വുഡ് കട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്തായാലും അവിടെ നല്ലൊരു ഫോറസ്റ്റ് ഉണ്ട്. സോ നമ്മുടെ കയ്യിൽ എന്തായാലും ആക്സും ഉണ്ട്, 2-3 ആക്സ് എടുത്തിട്ട് നമുക്ക് എന്തായാലും വുഡ് കട്ട് ചെയ്യാൻ പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വുഡ് കട്ട് ചെയ്യാം. സോ ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഫുള്ള് ഒരു അത്യാവശ്യം ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് വുഡാണ് കളക്ട് ചെയ്യാൻ ഗൈസ്. ഗൈസ്, അങ്ങനെ ഞാൻ ആവശ്യത്തിലുള്ള വുഡുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അവിടെ നമ്മുടെ വീടുകളൊക്കെ ബിൽഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ എൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കി കാണാം. 6.5 സ്റ്റാക്കിൻ്റെ മോനെ കിട്ടുമ്പോൾ വേറൊരു സുഖമാണ് ഗൈസ്. എനിക്കെന്തായാലും മൈൻക്രാഫ്റ്റിൽ വുഡ് കട്ട് ചെയ്യാൻ ഗൈസ് ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും ഫസ്റ്റത്തിൽ ഏറെ 4, അതിന് ശേഷം അപ്പുറത്ത് 4. ഞാനൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു വീട് ഉണ്ടാക്കുന്നതിന് ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ഗൈസ്. ഓക്കെ, അതിൽ നോക്കി വേണ്ടവർ ചെയ്യാൽ. സീഡ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഗൈസ് 20 ലൈക്ക് വേണം, ഇല്ല എന്നാലേ ഞാൻ സീഡ് തരത്തുള്ളൂ. സോ ലെറ്റ്സ് എൻജോയ് ദ ടൈം ലാപ്സ്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ ആവശ്യമാണ്. സോ നമുക്ക് എന്തായാലും സാൻഡ് കളക്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയയിലുള്ള അത്യാവശ്യത്തിന് കുറച്ച് സാൻഡുകളൊക്കെ നമുക്ക് എടുക്കാം. ഗൈസ്, അതിന് ആവശ്യത്തിലുള്ള സാൻഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ പതുക്കെ വെച്ച് പറഞ്ഞില്ലേ. ഓക്കെ, എന്തായാലും വീടുണ്ടാക്കുന്ന ടൈമിൽ വേഗം പോയി കണ്ടിട്ടോ. ഓക്കെ,
സുതിയണ്ണ നോക്കണ്ണ പൂ അണ്ണൻ്റെ കേട്ടി ഗൈസ് കിടിലൻ വീട് അണ്ണൻ കേൾക്കാൻ വേണ്ടി മാത്രം കേൾക്കുവാണെങ്കിൽ പൊളിച്ചേനെ. ഓക്കെ, ഹാർഡ് വർക്ക് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ഇൻ മീ ഗൈസ്. ഞാൻ തന്നെയാണ് ഗൈസ് മൈൻക്രാഫ്റ്റ് ഹാർഡ് വർക്ക് യൂട്യൂബർ ഇൻ മീ ഗൈസ്. ഇനി ആരും പറയാൻ നിൽക്കരുത്, പറഞ്ഞതാണ്ട് ഈ വടി കൊണ്ട് ഞാൻ തല്ലി ഒട്ടിക്കും ഗൈസ്, തല്ലി ഒട്ടിക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കിടിലം പോലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതായി. ഞാൻ പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിക്കൂലേ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. ഓക്കെ.